വിഴിഞ്ഞത്തോളം തുറമുഖ വികസനത്തിന് അനുയോജ്യമായ മറ്റൊരിടം ഇന്ത്യയിലില്ല. അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ മാത്രം അകലത്തിലാണ് വിഴിഞ്ഞം. തീരത്തുനിന്നും 1 നോട്ടിക്കൽ മൈൽ അകലത്തിൽ തന്നെ 20 മീറ്റർ ആഴവും വിഴിഞ്ഞത്ത് ഉണ്ട്. ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വിഴിഞ്ഞം പദ്ധതിക്കൊപ്പമായിരുന്നു ഇടതുപക്ഷം. 2006-2011 LDF സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാറാണ് വിഴിഞ്ഞം പദ്ധതിക്കായി ആദ്യം നടപടി സ്വീകരിച്ചത്. 2006 സെപ്റ്റംബർ 18 വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാർ. നവംബർ 13, 2009 വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി LDF സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു. പദ്ധതി നടത്തിപ്പിനായി വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നു. 100% സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയായിരുന്നു ഇത്. വിഴിഞ്ഞം പദ്ധതിക്കായി ലാൻഡ് ലോട്ട് മോഡൽ വിഭാവനം ചെയ്യുന്നു. ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ 2010 ആരംഭിക്കുന്നു. കരാർ ലഭിച്ച കമ്പനിയുടെ പ്രധാന ഷെയർ ഹോൾഡർ ചൈനീസ് കമ്പനിയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഇക്കാരണം പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു. കുളച്ചൽ തുറമുഖത്തിനു വേണ്ടി UPA സർക്കാരിന്റെ രാഷ്ട്രീയ കളി. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചനയും. കൊളംബോ തൂത്തുക്കുടി പോർട്ട് ലോബിയും വിഴിഞ്ഞത്തിനെതിരെ. 2011 അധികാരത്തിൽ വന്ന UDF സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയിൽ മെല്ലെപ്പോക്ക് നയം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ജനകീയ സമരങ്ങളുമായി ഇടതുപക്ഷം. 23/10/2012 വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള LDF ജനകീയ കൺവെൻഷൻ. അന്താരാഷ്ട്ര തുറമുഖ ലോബിക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കുന്നുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. 3/4/2013 വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ജനകീയ കൂട്ടായ്മ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടകൻ. 19/4/2013 വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ LDFന്റെ മനുഷ്യചങ്ങല. പിണറായി വിജയൻ ആദ്യ കണ്ണി, പന്ന്യൻ രവീന്ദ്രൻ അവസാന കണ്ണി. തുടർന്ന് വിഴിഞ്ഞം പദ്ധതിക്കായി CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ 212 ദിവസം നീണ്ടുനിന്ന ജനകീയ സമരം. നിയമസഭാ തലവും വിഴിഞ്ഞം പദ്ധതിക്കായുള്ള പ്രക്ഷോഭവേദിയായി. 2014 ജനുവരി 8 വിഴിഞ്ഞം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് കോടിയേരി. 2014 ഫെബ്രുവരി 3 ഇടതുപക്ഷ സാമാജികരായ ജമീല പ്രകാശം, V. ശിവൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരുടെ അടിയന്തര പ്രമേയം. UDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി റീടെൻഡർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ടത് 2015 ഓഗസ്റ്റിൽ മാത്രം. അദാനി ഗ്രൂപ്പുമായി UDF സർക്കാർ ഏർപ്പെട്ട കരാറിലെ പല വ്യവസ്ഥകളോടും LDFന് വിയോജിപ്പ്. ഹൈക്കമാൻഡിന്റെ എതിർപ്പിനെ പോലും ഗൌനിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിടുന്നു. ഉമ്മൻചാണ്ടിയുടെ അദാനി പ്രേമത്തെയും കരാറിലെ സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത വ്യവസ്ഥകളെയും LDF എതിർക്കുന്നു. എന്തായിരുന്നു ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട കരാർ? 7,525 കോടി നിക്ഷേപമുള്ള പദ്ധതിയിൽ 5,071 കോടി സർക്കാർ നിക്ഷേപം. ബാക്കി 2,454 കോടി മാത്രം അദാനി വക. ബൂട്ട് വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതമില്ല. 21ാമത്തെ വർഷം 1% ലാഭവിഹിതം. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. 40 വർഷത്തേക്കുള്ള കരാർ. പദ്ധതി പ്രദേശത്തെ 30% സ്ഥലം അദാനിക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് സർക്കാർ വൻ നഷ്ടപരിഹാരം നൽകണം. 66% നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ല. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ ഈ കരാറിനെയാണ് LDF എതിർത്തത്. ജനുവരി 1, 2016 അദാനിയുമായുള്ള കരാറിൽ അഴിമതി ഉണ്ടെങ്കിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന താൽപര്യം മുൻനിർത്തി കരാറിൽ നിന്നും പിന്മാറില്ലെന്ന് പിണറായി വിജയൻ. മെയ് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ. അദാനിക്ക് വൻ നഷ്ടപരിഹാരം നൽകൽ പ്രായോഗികമല്ലാത്തതിനാൽ കരാർ റദ്ദാക്കാതെ പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെങ്കിലും തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF സർക്കാരിന്റെ കാലത്ത്. ഉമ്മൻചാണ്ടി ഒറ്റ കല്ല് മാത്രമിട്ട് പോയപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ പൂർത്തിയാക്കിയത് LDF സർക്കാരാണ്. LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം ചേർന്നത് UDF നേതൃത്വമാണ്. തുറമുഖ വിരുദ്ധ സമരത്തെ 2ാം വിമോചന സമരമെന്ന് പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ജീവൻ കൊടുത്തും തുറമുഖ വിരുദ്ധ സമരത്തിനൊപ്പം നിൽക്കുമെന്ന് ആക്രോശിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
വിഴിഞ്ഞം തുറമുഖം ഒരു കാരണവശാലും നിർത്തിവെക്കില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു. ഏറ്റവും ഒടുവിൽ ഈ ജൂലൈ 12-ന് വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പും തീരമടുക്കുകയാണ്. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം തീരമണയുന്നു. ലോക മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തിലൂടെ കേരളവും ഇന്ത്യയും കൂടുതൽ തിളങ്ങും.